ഹായ് ഗൈസ്, വെൽക്കം ടു ഐറിഷ് കഥ. നമ്മൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഡബ്ലിൻ വരെ ട്രാവൽ ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വ്ളോഗ് കണ്ടിട്ട് വരൂ. ഇങ്ങനെയാണ് ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പുറത്ത്. ഇവിടുന്ന് നമ്മൾ ട്രോളി എടുക്കുക, എന്നിട്ട് ലഗേജസ് അറേഞ്ച് ചെയ്യുക. ഓരോ ഫ്ലൈറ്റ്സിന് ഓരോ എൻട്രി ആണ്. അപ്പോൾ ആ നമ്പർ നോക്കിയിട്ടാണ് അതിൽ കൂടെ വേണം നമ്മൾ കയറാൻ. എമിറേറ്റ്സിന്റെ 1 ആണ്. ഇപ്പം നമ്മൾ 1 കൂടെ കയറുമ്പോൾ നമ്മളെ പാസ്പോർട്ടും ടിക്കറ്റും കാണിക്കുക. അപ്പോൾ ഒരു ഉള്ളിക്കെടുത്ത് തരും. എന്നിട്ട് നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ലഗേജസ് കൊടുക്കുക. അവിടെയാണ് നമ്മുടെ വെയിറ്റ് നോക്കുക അവർ. എന്നിട്ട് നേരെ പോകുമ്പോൾ ഇന്റർനാഷണൽ ഡിപ്പാർച്ചറാണ്. അവിടെയാണ് എമിഗ്രേഷൻ. അവരവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അവിടെ നിന്നാണ് എക്സിറ്റിന്റെ സ്റ്റാമ്പ് ചെയ്ത് തരിക. എന്നിട്ട് നമ്മൾ സെക്യൂരിറ്റി ചെക്കിൻ, നമ്മൾ ഇലക്ട്രോണിക്സും നമ്മളെല്ലാം ചെക്ക് ചെയ്യും. ഇത് കഴിഞ്ഞാൽ പ്രൊസീജിയർ കഴിഞ്ഞു. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഗേറ്റിന്റെ അവിടെ പോവാം. ബാംഗ്ലൂരിൽ ഈ ഡ്യൂട്ടി ഫ്രീന്റെ ഉള്ളിൽ കൂടെയാണ് ഗേറ്റിന്റെ അവിടെ ചെല്ലുക. ഫ്രണ്ട് ഇതാണ് സായന്തന. ഞാൻ അവരോട് ഇപ്പോഴാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഞങ്ങൾ പ്ലസ് വൺ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച സ്കൂൾ ഫ്രണ്ട്സാണ്. നമ്മൾ രണ്ടുപേരും ഡബ്ലിൻ ബിസിനസ് സ്കൂളിൽ. ഞാൻ MSc ഡാറ്റ അനാലിറ്റിക്സും, നീവള് MBHR മാനേജ്മെൻറ്റുമാണ്. അപ്പോൾ നമ്മളിപ്പം ഗേറ്റിൽ വെയിറ്റ് ചെയ്യാണ്. നമ്മൾ ഫസ്റ്റ് 7 മണിയൊക്കെ, നമ്മൾ ഫ്ലൈറ്റ് 10:30, 7 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ എയർപോർട്ടിൽ ചെക്ക് ഇൻ ചെയ്തു. 7 മണി 7:30 ആയപ്പോഴത്തേനും എയർപോർട്ടിൽ ചെക്ക് ഇൻ ചെയ്തു. ഞങ്ങൾ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് റൂം എടുത്തത്. നമ്മൾ ഇന്നലെ വന്ന് സ്റ്റേ ചെയ്തു. ഫസ്റ്റ് ലഗേജ് കൊടുത്തു, അത് കൊടുത്തു. പിന്നെ നമ്മൾ എമിഗ്രേഷൻ കഴിഞ്ഞു. എമിഗ്രേഷനിൽ അത്ര വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. എങ്ങോട്ടാ പോണത്, സ്റ്റഡി പർപ്പസ് ആണെന്ന്. എൻ്റെ അടുത്ത് എന്താ പേർപ്പസ് ചോദിച്ചു. അപ്പോൾ ഞാൻ സ്റ്റഡീസ് എന്നാണ് പറയുന്നത്. കുഴപ്പമില്ല, ഓക്കെ. പിന്നെ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫ്ലൈറ്റ് ഫുള്ളാന്ന് പറഞ്ഞിട്ട് എൻ്റെ ക്യാബിൻ ബാഗ് എന്ന് പറയുന്നത് ചെറിയ ട്രോളി ആയിരുന്നു. അതവർ ചെക്കിൻ ബാഗ് ആക്കി. അതിലാണെങ്കിൽ ലാപ്ടോപ്പ് ഉണ്ട്. ഞാൻ അപ്പത്തെ ആ ഒരു ഫ്ലോയിൽ അതങ്ങോട്ട് മറന്നുപോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹെൽപ്പ് ഡെസ്കിൽ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, അവർ ഫ്രജൈലായിട്ട് വിടാം, പൊട്ടിത്തെറിച്ചാൽ പിന്നെ അവർ ചോദിച്ചാൽ കൊടുക്കരുത്. ഞാൻ പെട്ടെന്ന് നമുക്ക് കൊടുക്കരുത്. അവർ ക്യാബ് നമ്മൾ അവരോട് ചോദിച്ചപ്പോൾ നമ്മുടെ ലോങ് ഫ്ലൈറ്റ് ആണ്, പറ്റില്ല എന്ന് പറയണം. പിന്നെ നമ്മൾ എത്ര കിലോ, ഞങ്ങൾ 40 കിലോ ആയിരുന്നു എടുത്തത്. പിന്നെ നമ്മുടെ വെയിറ്റ് കൂടി ഞങ്ങൾ 55 കിലോ ആക്കി. 13,000 എക്സ്ട്രാ പേ ചെയ്തു. 10 കിലോ എടുക്കായിരുന്നു. 7 നമുക്ക് അറിയില്ലായിരുന്നു അത്. പിന്നെ സീനില്ല. ഇപ്പം നമ്മൾ ഗേറ്റിൽ വെയിറ്റ് ചെയ്യുക. ഞങ്ങൾ ഒരു ലോഞ്ചിൽ പോയി. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ 2 കാർഡുണ്ട്. 2 കാർഡും എടുക്കില്ല. അപ്പോൾ ലോഞ്ച് ആക്സസ് ഉള്ള കാർഡ് നോക്കി അത് എടുത്തിട്ട് വരിക. ഇൻ്റർനാഷണൽ ടെർമിനൽ ഒരു ലോഞ്ചേ ഉള്ളൂ എന്നാണ് ഞങ്ങൾ തോന്നുന്നത്. ഇപ്പം ഞങ്ങൾ വല്ല ചായയും കുടിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഇരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്താ പറയുക, ഫ്ലൈറ്റ്സ് പോകുന്നുണ്ട്. നമ്മുടെ ഇപ്പോൾ 9:45 നമ്മളെ ഗേറ്റിൽ കയറ്റുന്നത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇപ്പം 8:50 ആയിട്ടേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല. ഇതുവരെയായിട്ടും കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഞാനിപ്പോൾ ഇനി ഇവിടുന്ന് നോക്കിയാൽ കാണുന്ന വ്യൂ കാണിച്ചു തരാം. ഇത് ഇവിടുന്ന് ഇങ്ങനെ ഫ്ലൈറ്റ്സ് മൂവ് ചെയ്യുന്നുണ്ട്. നമുക്ക് ടേക്ക് ഓഫ് ചെയ്യുന്നതും കാണാം. ഇവിടെ കുറേ നേരം ഇൻഡിഗോ ഫ്ലൈറ്റ്സ് ആണ് കൂടുതൽ. ഞങ്ങളുടെ ഫ്ലൈറ്റ് വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഞങ്ങളിപ്പോൾ ഇവിടെ ഉള്ളത്, ഞങ്ങളുടെ ഫ്ലൈറ്റ് ഇവിടെ ആയിരിക്കും വരിക. ഇങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. നമ്മുടെ ഫ്ലൈറ്റ് വന്നു. ഇതാ നമ്മുടെ ഫ്ലൈറ്റ്. ഗ്രൗണ്ട് സ്റ്റാഫ് ഇതാ ഓരോന്ന് എന്തൊക്കെയോ പോയി ചെയ്യുന്നുണ്ട്. ഓപ്പണായി നമ്മൾ ഫ്ലൈറ്റിന്റെ ഉള്ളിലേക്ക് ബോർഡ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഫ്ലൈറ്റിൽ കയറി. ഇപ്പം ഫ്ലൈറ്റ് ഇപ്പോൾ ടേക്ക് ഓഫ് ചെയ്യും.
ഉള്ളതിൽ ഇതിൻ്റെ ഉള്ളതിൽ ബെറ്റർ ഹൈ. നല്ല ബിരിയാണി കുഴപ്പമില്ല, പക്ഷെ ഭയങ്കര മസാല. നമ്മൾ റൈസ് കുറച്ച് മസാല രസമാണ് ഇത് കൂടുതൽ. ഇപ്പം ഞങ്ങൾ ദുബായിൽ ലാൻഡായി. ഇപ്പം ഇവിടെ ദുബായ് ടൈം ഒരു ഉച്ചയ്ക്ക് 1 മണിയാണ്. ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. നമ്മൾ കണക്ഷൻസ് ബോർഡ് നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ദുബായിൽ നിന്ന് ഡബ്ലിനിലേക്കുള്ള ഫ്ലൈറ്റ് കയറി. ഇപ്പോൾ ജസ്റ്റ് കയറിയതൊരു ഫ്ലൈറ്റ് റൺവേയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ദുബായിൽ നിന്നുള്ള വ്യൂ ഭയങ്കര ഭംഗിയുള്ള വ്യൂസ് ആണ്. നമുക്ക് ഫുഡ് കിട്ടി. സെക്കൻഡ് മീൽ രണ്ടാമത്തെ ഫ്ലൈറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടർ കഴിച്ചു കൊടുക്കാം. എന്തോ ഒരു സാധനം 2 ഇലയുണ്ട്, കഴിച്ചു നോക്കാം. സ്മാഷ്ഡ് പൊട്ടറ്റോ, പിന്നെ എന്തോ ഒരു കുഴപ്പമില്ല. മറ്റേ ഫ്ലൈറ്റിന് എൻ്റെ സ്റ്റാർട്ടറിനെക്കാട്ടും എത്രയോ ഭേദം. ഇല കഴിച്ചു നോക്കാം. ഇത് എന്തിലാണ് ക്യാബേജൊക്കെ പച്ചക്ക് തിന്നുന്ന പോലെ ഉണ്ട്. പൊട്ടറ്റോ എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് വലിയ കുഴപ്പമില്ല. എന്തോ കറി ലീവ്സൊക്കെ മിക്സ് ചെയ്തത്. നമ്മൾ പ്രാവശ്യം ജ്യൂസ് മാംഗോ ജ്യൂസാണ് വാങ്ങിച്ചത്. അപ്പം ട്രോപ്പിക്കാനൊക്കെ കുടിക്കുന്ന പോലെയായിട്ട് ഈ മെയിൻ കോഴ്സ് തന്നു. അപ്പം ഞാൻ ചിക്കനും ഇവിടെ ബീഫാണ് മേടിച്ചത്. അപ്പം നമുക്ക് രണ്ടും ടേസ്റ്റ് ചെയ്യാമല്ലോ. പ്രസന്റേഷൻ നല്ല രസമുണ്ട്. കഴിച്ച് നോക്കാം. ഇത് വെറും ചിക്കനാന്ന് തോന്നുന്നു, മസാലയൊന്നുമില്ല. പ്ലെയിൻ ചിക്കനാണ്, മസാലകൾ ഒന്നും ഇല്ല. ഇത് കൊള്ളില്ല. അരി ചോറ് വേവിച്ചിട്ട് അരച്ച പോലെയുണ്ട്. ഇതും സ്മാഷ്ഡ് പൊട്ടിച്ച ചിക്കൻ കുഴപ്പമില്ല. ഒലിവ്സ് ഇട്ടിട്ടുണ്ട്. ബീഫ് കഴിച്ചോട്ടെ. പിന്നെ കുറച്ച് പയറാന്ന് തോന്നുന്നത്. പയർ ഒലിവ എനിക്ക് വലിയ ഇഷ്ടമല്ല. ഇഷ്ടമല്ല. ഇത് ഞാൻ വെച്ച് പയറാണ്. ഇതന്നല്ലോ. അത് കത്തിയെടുക്കും. പോലുണ്ട് നമ്മുടെ നാട്ടിലത്തെ മധുരമില്ലാത്ത. നമ്മളങ്ങനെ ഡബ്ലിൻ എത്തി.
ലാൻഡ് ആവും. ഇപ്പോൾ നാട്ടിലത്തെ സമയം 12:15. 6 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ. ഇപ്പം തന്നെ തണുക്കുന്നുണ്ട്. കുറച്ചൊക്കെ പുറത്തേക്ക് ലൈറ്റൊക്കെ കാണാം. അങ്ങോട്ട് എയർപോർട്ടിൻ്റെ റൺവേ ഒന്നും കണ്ടു തുടങ്ങിയിട്ട് കുറച്ചൊക്കെ ലൈറ്റ് കാണാം. ഇപ്പോൾ റൺവേ കണ്ടു തുടങ്ങി. അവിടെ ഫ്ലൈറ്റ്സ് ഒക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ലാൻഡ് ആവും. ബെൽറ്റ്സ് ഉണ്ട്. നമ്മുടെ ഫ്ലൈറ്റ് നോക്കിയിട്ട് നമ്മുടെ ലഗേജ് വരുന്ന എവിടെയാ അവിടെ ആ ബെൽറ്റിൽ പോയിട്ട് ലഗേജസ് കളക്ട് ചെയ്യാം. ഇനി നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എയർപോർട്ട് പിക്കപ്പിന് ഒരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പം റൂമിലെത്തി, ഡ്രസ്സൊക്കെ മാറ്റി, ഫുഡ് കഴിച്ചു. നമുക്ക് എയർപോർട്ടിലെ പിക്കപ്പിനാണ് ഒരു ചേച്ചിയും ചേട്ടനും ബ്രദർ സിസ്റ്റർ അവർ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവർ നമ്മൾ റൂമിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്തു. ഇവിടെ ഒരു ചേച്ചി മാത്രമേ ഉള്ളൂ. ചേച്ചി നമുക്ക് നല്ല ബിരിയാണി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വന്ന് എല്ലാം നോക്കി കണ്ട് നമ്മളിപ്പോൾ കിടക്കുക. ഇവിടുത്തെ സമയം 11:30-12 മണി അങ്ങാണ്ടായി. നാട്ടിലത്തെ സമയം 5 മണി 5:30 ആ ഒരു ടൈമാണ്. തണുപ്പുണ്ട്, സ്വെറ്റർ ഇട്ടിട്ടുണ്ട്. പിന്നെ കൂടെ താമസിക്കുന്ന ചേച്ചീൻ്റെ പേരാണ് അലീഷ. ചേച്ചീൻ്റെ പേര്. കുഴപ്പമില്ല. ഇനി ബാക്കി പിന്നെ അടുത്ത വ്ലോഗിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. എങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ഡേ എന്നൊക്കെ. ഇപ്പം നമ്മൾ ഇന്നലെ ആകെ 4 മണിക്കൂർ ഉറങ്ങിയിട്ടില്ല. ഫ്ലൈറ്റിൽ നിന്ന് ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. ഇവിടെ കുറേ ഉറങ്ങി. അപ്പോൾ നമ്മൾ എണീറ്റ് നോക്കിയിട്ട് ബാക്കി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഫസ്റ്റ് ഡേ. അപ്പം നമ്മൾ ഉറങ്ങാൻ പോകണം. ഗുഡ് നൈറ്റ്.